ഹായ്, ഞാനിന്ന് എടുക്കാൻ പോകുന്നത് വെണ്ടർ റീകൺസിലേഷൻ ആണ്. ഇവിടെ തന്നിട്ടുള്ള വെണ്ടർ സ്റ്റേറ്റ്മെന്റ് ഇത് നമ്മുടെ കമ്പനിയുടേതും, ഇവിടെ തന്നിട്ടുള്ള കസ്റ്റമർ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ള കമ്പനിയുടേതുമാണ്. നമ്മളൊരു കമ്പനിയിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ കമ്പനി നമുക്ക് വെണ്ടർ അല്ലെങ്കിൽ സപ്ലയർ ആയിരിക്കും, അവർക്ക് നമ്മൾ കസ്റ്റമറും ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ കസ്റ്റമർ സ്റ്റേറ്റ്മെന്റ് എന്ന് തന്നിട്ടുള്ളത്. ദെൻ നമ്മൾ റീകൺസിലേഷൻ ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള പേയ്മെന്റ്സ്, നമ്മൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ട്സ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള എമൗണ്ട്സും ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അവർക്ക് ഇവിടെ കിട്ടാനുള്ള എമൗണ്ട്സ് ഇവിടെ കിട്ടിയിട്ടുള്ള എമൗണ്ട്സും ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് തമ്മിൽ കമ്പയർ ചെയ്യണം. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാച്ച് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ കസ്റ്റമർ സ്റ്റേറ്റ്മെന്റിലാണെങ്കിൽ അവർ എന്തൊക്കെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടില്ല, ഇപ്പൊ വെണ്ടർ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മളൊരു ഈ റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഡേറ്റ്, നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഡേറ്റ്, നമ്മുടെ ഇൻവോയ്സ് നമ്പർ, അതുപോലെ തന്നെ നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടുള്ള പേയ്മെന്റ് മോഡ്, ഡെബിറ്റ് സൈഡിൽ നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടുള്ളത്, ക്രെഡിറ്റിന് നമ്മൾ ഇനി കൊടുക്കാനുള്ളത്, അതുപോലെ തന്നെ കസ്റ്റമർ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ സെയിം ലൈക്ക് ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, പേയ്മെന്റ് മോഡ്, അതുപോലെ തന്നെ ഡെബിറ്റിൽ അവർക്ക് കിട്ടാനുള്ള എമൗണ്ട്സ് ആണ് വരുന്നത്, ക്രെഡിറ്റിൽ അവർക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട്സ്. ആൻഡ് ദെൻ ഈ ഒരു മിസ്സിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു മിസ്സിംഗ് പാർട്ട്. അതായത് അവരുടെ സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടില്ല എന്ന് നമ്മുടെ ഈ ഒരു മിസ്സിംഗ് പാർട്ട് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ഈ ഒരു മിസ്സിംഗ് പാർട്ടിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ വന്നിട്ടില്ല എന്ന് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് കൗണ്ടിങ് ഫംഗ്ഷൻ. സോ ഈക്വൽ ടു കൗണ്ടിങ് ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. റേഞ്ച് ആണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള റേഞ്ച് ആണ് സെലക്ട് ചെയ്യാനുള്ളത്. F4 നമ്മൾ ലോക്ക് ചെയ്യണം, കോമ, ആൻഡ് ഡേറ്റ് എടുക്കാനുള്ളത് ഇവിടത്തെ. ഈ ഭാഗത്ത് ഞാൻ ടോട്ടൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഭാഗത്ത് 0 വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാം. സോ ഇവിടെ അവരുടെ സ്റ്റേറ്റ്മെന്റിൽ വരാത്തെന്ന് പറയുന്നത് ഈ ഒരു നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു പേയ്മെന്റ് ആണ് അവിടെ വരാത്തുള്ളത്. സോ അടുത്തത് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ വന്നിട്ടില്ലെന്ന് നോക്കാം. സെയിം ലൈക്ക് കൗണ്ടിങ് ഫംഗ്ഷൻ. റേഞ്ച് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തുള്ള റേഞ്ച് ആണ് എടുക്കാനുള്ളത്. ലോക്ക് ചെയ്യണം, ഡേറ്റ് എന്ന് പറയുമ്പോൾ ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. സോ ഇവിടെ ഞാൻ ടോട്ടൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, നമുക്കത് ഡിലീറ്റ് ചെയ്യാം. സോ ഈ ഒരു പേയ്മെന്റിന്റെ ഇൻവോയ്സ് നമ്മുടെ ഇതിൽ വന്നിട്ടില്ല. ഈ ഡേറ്റിനുള്ള 7th ഡേറ്റിനുള്ളത് വന്നിട്ടില്ല, ആൻഡ് 11th വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇത് കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. അപ്പൊ നമ്മൾ ഇത്രയും ഭാഗം സെലക്ട് ചെയ്യുക. Then conditional formatting, new rule, use a formula, last one, and നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുക. ഈക്വൽ ടു നമ്മൾ ഈ ഭാഗമാണ് എടുക്കാനുള്ളത്. നമുക്ക് ഈ ഒരു പോർഷൻ അവോയ്ഡ് ചെയ്യാം. ഈക്വൽ ടു 0. ഫോർമാറ്റിൽ പോവുക, ഫില്ല് എടുക്കുക, നമുക്കൊരു കളർ കൊടുക്കാം. നമുക്കിപ്പോ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ സെലക്ട് ചെയ്യാം. ഓക്കെ, ഹൈലൈറ്റ് ചെയ്ത് വന്നു, കണ്ടോ? ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വന്നു. ബ്ലൂ കൊടുത്തോണ്ടാണ് വ്യക്തമായിട്ട് കാണാൻ പറ്റാത്ത. അതുപോലെ തന്നെ ഈ ഒരു പോർഷനും സെലക്ട് ചെയ്യുക. സെയിം ലൈക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ന്യൂ റൂൾ, യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ, ആൻഡ് ഇവിടെ ഈക്വൽ ടു നമ്മൾ ഈ പോർഷൻ എടുക്കുക. അതുപോലെ തന്നെ ഡോളേഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. സ്പേസ് കൊടുക്കുക. ഈക്വൽ ടു 0. ഫോർമാറ്റ് എടുക്കുക, ഫില്ലിൽ പോയിട്ട് ഇപ്പൊ നമുക്ക് ഈ ഒരു യെല്ലോ കളർ കൊടുക്കാം. ഓക്കെ, ഹൈലൈറ്റ് ചെയ്തു വന്നു. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇതിന്റെ ടോട്ടൽ നമുക്ക് കാണാം. ആദ്യത്തെ ടോട്ടല് ഓൾ ടീക്കൽ കൊടുക്കാം 75,000.
ഇവിടെ 2 lakh. അതുപോലെ തന്നെ ഈ പോർഷനിലും ഓൾട്ട് ഈക്വൽ ഓൾട്ട് ഈക്വൽ. ഇവിടുത്തെ മെയിൻ ടോട്ടൽ എന്ന് പറയുന്നത് ഈക്വൽ ടു 2 lakh മൈനസ് 75,000. കാരണം നമ്മൾ പേയ്മെന്റ് കൊടുത്തത് ലെസ് ചെയ്യുക. 1,25,000 ആണ് ഇവിടുത്തെ ടോട്ടൽ വരുന്നത് വെൻഡർ സ്റ്റേറ്റ്മെന്റിൽ. ഇവിടെ വരുമ്പോൾ ഈക്വൽ ടു 2,35,000 മൈനസ് 50,000 നമ്മൾ കൊടുത്തിട്ടുള്ള പേയ്മെന്റ്സ് എൻട്രി ചെയ്യുക. ഇപ്പൊ 1,95,000 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിത് മാച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടില്ലാത്ത നമ്മളിവിടെ റെക്കോർഡ് ചെയ്യാത്ത ഇൻവോയ്സ് ഒക്കെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക. അതായത് ഇപ്പൊ 80,000, 15,000, 12,000. നമുക്ക് ഇതിന്റെ ടോട്ടൽ കാണാം. നമുക്ക് ഓൾട്ട് ഈക്വൽ കൊടുത്താൽ മതി. എൻഡ് സോറി, ഇവിടെ 12,000 ആയിരുന്നു. അപ്പൊ 1,70,000 കിട്ടി. നമുക്കൊന്ന് ബോൾഡ് ചെയ്യാം, അണ്ടർലൈൻ കൊടുക്കാം, ഡബിൾ അണ്ടർലൈൻ കൊടുത്തു. നമുക്കൊന്ന് ഫിൽ ചെയ്യാം. സെയിം ലൈക്ക് ഇവിടെ വരുമ്പോ ഇവിടെ നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ഇവർ റെക്കോർഡ് ചെയ്തിട്ടില്ല. സോ നമുക്ക് ഈ എമൗണ്ടിൽ നിന്ന് അത് കുറയ്ക്കുകയാണ് വേണ്ടത്, ലെസ് ചെയ്യാണ് വേണ്ടത്. സോ നമുക്കിവിടെ -25,000 എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓൾട്ട് ഈക്വൽ കൊടുക്കാം. 1,70,000 കിട്ടി. നമുക്കിത് ഒന്ന് ബോൾഡ് ചെയ്യാം, ഡബിൾ അണ്ടർലൈൻ ചെയ്യാം, ഫിൽ ചെയ്യാം. ഇങ്ങനെയാണ് വെൻഡർ റീകൺസിലേഷൻ ചെയ്യുന്നത്.